ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അപൂർവ കളക്ഷൻസ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഇതേപോലത്തെ ഒരു ഫ്ലവർ വേസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. ഈ ഫ്ലവർ വേസ് എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇതുണ്ടാക്കുന്നതിന് അത്ര ചിലവൊന്നുമില്ല. ഇതുണ്ടാക്കുന്നതിന് 2 പേപ്പർ ഗ്ലാസും ഫെവിക്കോളും കുറച്ച് സിമൻറ്റ് മാത്രം മതി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫ്ലവർ വേസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതേപോലത്തെ 2 പേപ്പർ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസ് എടുക്കുമ്പോൾ രണ്ടും ഒരേപോലത്തെ ഗ്ലാസ് എടുക്കണം. ഇനി ഇതിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് കളയണം. 2 ഗ്ലാസിൻ്റെ അടിഭാഗം റൗണ്ടിന് കട്ട് ചെയ്യണം. ഇതുപയോഗിച്ചും കട്ട് ചെയ്യാം, കത്തി കൊണ്ടും കട്ട് ചെയ്യാം. ഇപ്പോൾ 2 ഗ്ലാസിൻ്റെയും അടിഭാഗം കട്ട് ചെയ്തെടുത്തു. ഇനി കട്ട് ചെയ്ത ഭാഗത്ത് ഗ്ലൂ തേച്ചിട്ട് 2 ഗ്ലാസും കൂടി ചേർത്ത് ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ ഗൺ കൊണ്ട് ഒട്ടിച്ചാൽ എളുപ്പം ഒട്ടും. ഫെവിക്കോൾ ആണെങ്കിൽ പതുക്കെ ഒട്ടു. ഇതേപോലെ രണ്ടും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒട്ടിക്കണം. ഇനി സൈഡിൽ കൂടി കുറച്ച് ഗ്ലൂ തേക്കാം. അപ്പോൾ നല്ലതുപോലെ ഒട്ടിയിരിക്കും. ഇപ്പോൾ 2 ഗ്ലാസും നല്ലതുപോലെ ഒട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ഫെവിക്കോളും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തു. ഇനി ഇതേപോലെ കുറച്ച് ന്യൂസ് പേപ്പർ കീറിയെടുക്കണം. എന്നിട്ട് ന്യൂസ് പേപ്പർ ഫെവിക്കോളിൽ മുക്കി എല്ലാ ഭാഗത്തും ഒട്ടിക്കണം. ഗ്ലാസ്സിനകത്തോട്ടും കുറച്ച് ഭാഗം ഒട്ടിക്കാം. ഇതേപോലെ 2 ലെയർ ഒട്ടിക്കാം. ഇതിൽ ഞാൻ 2 ലെയർ ഒട്ടിച്ചു. ഇനി അടിഭാഗത്ത് ഇതേപോലെ ഒരു കാർഡ്ബോർഡ് പീസ് റൗണ്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ ഗണ്ണുണ്ടെങ്കിൽ അത് വെച്ച് ഒട്ടിക്കാം. അപ്പോൾ എളുപ്പം ഒട്ടും. ഇനി ബാക്കി കാർഡ്ബോർഡ് കട്ട് ചെയ്ത് കളയാം. ഇനി ഈ ഭാഗത്തും ന്യൂസ് പേപ്പർ ഒട്ടിക്കാം. ഇപ്പോൾ എല്ലാ ഭാഗത്തും ന്യൂസ് പേപ്പർ ഒട്ടിച്ചു. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ പുറത്ത് സിമൻറ്റ് തേക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് സിമൻറ്റ് തേക്കാം. വൈറ്റ് സിമൻറ്റും തേക്കാം, സാധാരണ സിമൻറ്റും തേക്കാം. ഞാൻ ആദ്യം സാധാരണ സിമൻറ്റാണ് തേക്കുന്നത്. ആവശ്യത്തിനുള്ള സിമൻറ്റ് എടുത്ത് അതിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് യോജിപ്പിക്കണം, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോകും. ഇപ്പോൾ നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തു. ഇത്ര കട്ടിക്ക് കലക്കിയെടുക്കണം. വെള്ളം കൂടിപ്പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. ഇനി ഇതിൻ്റെ പുറത്ത് ബ്രഷ് ഉപയോഗിച്ച് സിമൻറ്റ് തേക്കാം. എല്ലാ ഭാഗത്തും നല്ലതുപോലെ തേക്കണം. ഇതേപോലെ സിമൻറ്റ് ഉപയോഗിച്ച് പല മോഡലിലുള്ള ഫ്ലവർ വേസ് ഉണ്ടാക്കാം. സിമൻറ്റ് ഉപയോഗിച്ച് ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. കുറച്ച് ചിലവിൽ പല മോഡലിലുള്ള ധാരാളം ചെടിച്ചട്ടികൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഇതിനെല്ലാം നല്ല കാശ് ചിലവാകും. ഇതെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ എല്ലാ ഭാഗത്തും സിമൻറ്റ് തേച്ചതിന് ശേഷം ഉണങ്ങാൻ വയ്ക്കണം. ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് കൂടി അടിക്കാം. ഇപ്പോൾ സിമൻറ്റ് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് ഒരു കോട്ട് സിമൻറ്റ് കൂടി അടിക്കാം. ആദ്യം കലക്കിയതിനേക്കാളും കുറച്ചുകൂടി കട്ടി കൂട്ടി കലക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിൽ കുറച്ച് നല്ലതുപോലെ കട്ടിക്ക് വയ്ക്കാം. അതേപോലെ എല്ലാ ഭാഗത്തും സിമൻറ്റ് അടിച്ചു കൊടുക്കാം.
ഇതിൻ്റെ അകത്തും കുറച്ച് സിമൻറ്റ് തേക്കാം. ഇതേപോലെ സിമൻറ്റ് തേച്ചതിന് ശേഷം എന്തെങ്കിലും കൊണ്ട് ഇതേപോലെ റൗണ്ട് ചെയ്തെടുക്കണം. കയ്യിൽ ഗ്ലൗസ് ഇട്ടാൽ കൈ കൊണ്ട് തന്നെ തേക്കാം. ഇത് ഉണങ്ങിയതിന് ശേഷം വൈറ്റ് സിമൻറ്റ് തേക്കാം. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും സിമൻറ്റ് തേച്ചു. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഉണങ്ങി. ഇനി ഇതിൽ വൈറ്റ് സിമൻറ്റ് തേക്കാം. എല്ലാ ഭാഗത്തും നല്ലതുപോലെ സിമൻറ്റ് തേക്കണം. സിമൻറ്റ് തേച്ചതിന് ശേഷം കൈ കൊണ്ട് എല്ലാ ഭാഗത്തും നല്ലതുപോലെ തേക്കണം. ഉണങ്ങിയതിന് ശേഷം സാൻഡ് പേപ്പർ ഇട്ട് തേക്കാം. 80-ൻ്റെ സാൻഡ് പേപ്പറും ഉപയോഗിക്കാം, 120-ൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിക്കാം. 120-ൻ്റെ സാൻഡ് പേപ്പറാണെങ്കിൽ എളുപ്പത്തിൽ പോളിഷായി കിട്ടും. ഞാൻ പിങ്ക് കളർ പെയിൻ്റാണ് അടിക്കുന്നത്. ഇത് പേൾ പിങ്കാണ്. പേൾ പിങ്ക് ആകുമ്പോൾ ഇതിനൊരു ഷൈനിങ് ഉണ്ടാകും. ഇതേപോലെ എല്ലാ ഭാഗത്തും പെയിൻറ്റ് ചെയ്യാം. ഇതിൻ്റെ പുറത്ത് പെയിൻറ്റ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം അടിഭാഗത്ത് പെയിൻറ്റ് ചെയ്യാം. അകത്തും കുറച്ച് ഭാഗത്ത് പെയിൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി അടിഭാഗത്ത് പെയിൻറ്റ് ചെയ്യാം. ഇനി ഇത് ഉണങ്ങാൻ വയ്ക്കാം. ഇപ്പോൾ പെയിൻറ്റ് നല്ലതുപോലെ ഉണങ്ങി. ഇനി ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലവർ വേണമെങ്കിലും പെയിൻറ്റ് ചെയ്യാം. ഇത് കണ്ടാൽ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്നേ അറിയില്ല. ഞാനിതിൽ അക്രിലിക് കളറിൻ്റെ പല കളർ ഉപയോഗിച്ചാണ് പെയിൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പെയിൻറ്റ് ചെയ്യാം. ഇത്രയും പെയിൻറ്റും കൂടി ചെയ്തപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ? ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ ഫ്ലവർ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് കോട്ടണോ അല്ലെങ്കിൽ തെർമോക്കോളോ വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഫ്ലവർ വയ്ക്കാം. ഇനി ഇതിലോട്ട് ഫ്ലവർ വയ്ക്കാം. ഈ ഫ്ലവറെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം. എന്നിട്ട് ഇതേപോലെ ഫ്ലവർ വേസ് ഉണ്ടാക്കി അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതുണ്ടാക്കുന്നതിന് കുറച്ച് പൈസ മാത്രമേ ചിലവുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കിതുവരെ എത്താൻ സാധിച്ചത്. ഇനിയും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.